Hi guys, welcome back to a new video. So let me introduce myself to you. I'm Hanna Imam. സോ ഈ ഒരു വീഡിയോയിലും ഞാൻ ഇനി എന്തിനാണ് പോകുന്നത് എന്നൊന്നും പറയാൻ വന്നതല്ല, ബിക്കോസ് ഒന്നും ആയിട്ടില്ല ഇതുവരെ. എല്ലാം ശരിയാവുമ്പോൾ ഞാൻ പയ്യെ അറിയിക്കാം. ആൻഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ടൈം മാനേജ്മെൻറ്റിനെ പറ്റിയിട്ട് പറയാനാണ്. നീറ്റ് എക്സാമിന് എനിക്ക് ഏറ്റവും വില്ലനായിട്ട് എന്നെ നീറ്റ് എക്സാമിന് നിന്നത് സാധനം ടൈം മാനേജ്മെൻറ്റാണ്. ടൈം കിട്ടാതെ പോയതാണ്. ഫിസിക്സിൽ എനിക്ക് ടൈം കിട്ടാതെ ഞാൻ 10-20ഓളം ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോലും ഇല്ലായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താ വീഡിയോസൊന്നും ഇപ്പോൾ ഇടാത്ത, എന്താ ബിസിയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഡിയോസ് കിട്ടൂടെ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മെസ്സേജസൊക്കെ വരലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിയാണെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എൻ്റെ ഹെൽത്ത് സംബന്ധമായിട്ട് കുറേ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ അതിലൊക്കെ ഇങ്ങനെ നടന്നു ഓരോ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ അതും പിന്നെ രണ്ടാമത്തെ കാര്യം കുറച്ച് ഒരു മടി സംഭവമൊക്കെ ഉണ്ട് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് ടൈമിനെ പറ്റിയിട്ട്. സോ നിങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു ഓണം മോഡൽ എക്സാമൊക്കെ അടുക്കാറായി കഴിഞ്ഞോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഏകദേശം ഓണത്തിൻ്റെ ടൈമൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ടപ്പേന്ന് പറഞ്ഞെങ്കിൽ മാസങ്ങളൊക്കെ പോവും. സോറി, കുറച്ച് മുമ്പ് വരെ ഒരു ഫാനിൻ്റെ സീൻ ഉണ്ടായിരുന്നു, കുറച്ച് സൗണ്ടായിപ്പോയി വീഡിയോയിൽ. സോ നിങ്ങൾക്ക് ഇഷ്യൂ ഇല്ലെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണമൊക്കെ അടുക്കാറായി. ഇനിയിപ്പോൾ ഒരു സമയമൊക്കെ ടപ്പേന്ന് പറഞ്ഞു പോവും. സോ നിങ്ങളൊക്കെ ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഇപ്പം വീക്ക്ലി എക്സാംസ് ആണെങ്കിലും എല്ലാം ഏകദേശം നമ്മൾ കുറേയൊക്കെ വീക്ക്ലി എക്സാംസ് ഒക്കെ ഇപ്പോൾ എഴുതിയിട്ടുണ്ടായിരിക്കും. സോ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ എനിക്ക് തരാനുള്ളൊരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം മുതൽ തന്നെ ടൈം കറക്റ്റാക്കി കൊണ്ടുപോവുക. വീക്ക്ലി എക്സാംസിന് തന്നെ സമയം വെച്ച് ഓരോ ക്വസ്റ്റ്യൻസിനും ഓരോ മിനിറ്റ് എന്ന രീതിക്ക് ചെയ്തു പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വന്നിട്ട് എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ആദ്യം തന്നെ സമയം ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ നോക്കുക കേട്ടോ. പിന്നെ മോഡൽ എക്സാംസിന് അല്ലെങ്കിൽ ജനുവരിയിൽ വരുന്ന മോഡൽ എക്സാംസിന് സമയം കറക്റ്റ് ആക്കാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ തന്നെ അതിന് ട്രെയിൻ ആയാലേ ആ ഒരു ടൈമിൽ നല്ല രീതിക്ക് കറക്റ്റായിട്ട് സമയമൊക്കെ ക്ലിയർ ആക്കി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എക്സാമിന് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒന്ന് പറഞ്ഞുതരും. അങ്ങനെയൊന്നും ഇല്ല, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ബയോളജി തന്നെ ആണെങ്കിലും NCERT ഫുള്ള് തന്നെ പഠിക്കണം, ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഞാനത് കുറ്റം പറയില്ല, കാരണം ഞാൻ പഠിക്കുന്ന സമയത്തും ഞാൻ നീറ്റ് കിട്ടിയവരടുത്തൊക്കെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്തൊക്കെയാണ് എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, എല്ലാം പഠിക്കണം. പിന്നെ നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ പറഞ്ഞു തരുമായിരിക്കുമല്ലോ ഇവിടെ കൂടുതൽ സ്ട്രെസ്സ് ചെയ്യണം എന്ന് പറയുന്നത് നല്ല രീതിക്ക് സ്ട്രെസ്സ് ചെയ്യേണ്ട തന്നെ ടോപ്പിക്സൊക്കെ തന്നെയാണ്. ഓക്കെ, പിന്നെ കുറേ പേര് പ്ലസ് ടു പഠിക്കുന്ന സ്റ്റുഡൻസൊക്കെ ഇപ്പോൾ നീറ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. സോ അവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം, കാരണം കൂടുതൽ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ മനസ്സ് വെച്ചാൽ പഠിച്ചിട്ട് അങ്ങനെ മേടിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇപ്പോൾ എന്തായാലും കിട്ടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ ഫുള്ള് കൊടുക്കുക. അപ്പോൾ ഇനി എക്സാംസ് ഓണം മോഡലൊക്കെ ഇനി നടക്കുകയാണെങ്കിൽ നല്ല രീതിക്കൊക്കെ എല്ലാവരും എഴുതാൻ നോക്കുക. ഇനിയിപ്പം ഓൺലൈൻ സ്റ്റുഡൻസിനായാലും ഓഫ്ലൈനിൽ എന്തായാലും പോയി എഴുതാനുള്ള സമയമൊക്കെ ആയി വരുന്നു, കാരണം സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതല്ല, ക്വിക്കായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ്. സോ അപ്പോൾ ടൈം ഇതൊക്കെ തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് നമ്മൾ ഓരോ മിനിറ്റ് ഓരോ ക്വസ്റ്റ്യൻസിന് ഫസ്റ്റ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബയോളജി നമുക്ക് 1 മിനിറ്റ് ഒന്നും വേണ്ടി വരത്തില്ലല്ലോ, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. ബയോളജി എന്നും പറഞ്ഞിട്ട് വായിക്കാതെ തന്നെ പെട്ടെന്ന് എടുത്ത് അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എന്ന് വെച്ചാൽ ബയോളജിയിൽ സില്ലി മിസ്റ്റേക്സ് വരാൻ നല്ല ചാൻസ് ഉള്ളൊരു സബ്ജക്റ്റാണ് ഈ ബയോളജി. എല്ലാവരും വിചാരിക്കും ബയോളജി ഭയങ്കര ഈസിയാണെന്നൊക്കെ വിചാരിക്കും, പക്ഷേ അല്ല. ഈ വട്ടത്തെ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ അത് മനസ്സിലാവും, ബയോളജി ഭയങ്കര ലെങ്തി ആയിരുന്നു. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ലെങ്തി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പിന്നെ 1 വേർഡും അതേപോലെ തന്നെ സിംഗിൾ ആയിട്ടുള്ളതും നോക്കുക. പക്ഷേ മെയിനായിട്ടും നല്ല കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസും കാര്യങ്ങളൊക്കെ കുറേ കൂടി ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ വെൻ കം ടു കെമിസ്ട്രി, നമ്മൾ ഫിസിക്കൽ കെമിസ്ട്രി ആണെങ്കിൽ അത്യാവശ്യം ഫിസിക്സിനെ പോലെ തന്നെ ടൈം കൊടുത്ത് ചെയ്യേണ്ട സാധനങ്ങളാണ്. പിന്നെ ഡയറക്റ്റ് ആയിട്ടുള്ളതുണ്ടല്ലോ, അപ്പോൾ ഡയറക്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ഇക്വേഷൻസ് ഈസി അങ്ങനെ നമ്മൾ ഒരു ട്രിക്ക് അനുസരിച്ചൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ ബയോളജിക്കും ട്രിക്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ട്രിക്സ് ഞാനും ഇനി നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സിലെ ഫാമിലീസ് ഒക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ ട്രിക്കൊക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരുള്ളൂ. പിന്നെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കെമിസ്ട്രി ഓർഗാനിക്കും പിന്നെ ഇനോർഗാനിക് ആണെങ്കിൽ കെമിസ്ട്രി ഇനോർഗാനിക് ആണെങ്കിൽ നമ്മുടെ എന്താ നല്ല രീതിക്ക് സെൻറ്റൻസ് തന്നെ വരത്തുള്ളൂ. ഈ വട്ടത്തെ നീറ്റിലും സെൻറ്റൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. റിയാക്ഷൻ മെക്കാനിസം തറോ ആക്കിയാലേ ബാക്കിയുള്ള ഹാലോ ആൽക്കീൻസ് ഹാലോ അരീൻസും പിന്നെ മറ്റേ അങ്ങോട്ടുള്ള ആൽക്കഹോൾ ആൽഡിഹൈഡ് കാർബോക്സിലിക് ആസിഡും അമീൻസും ഒക്കെ പഠിക്കാൻ പറ്റുള്ളൂ. സോ റിയാക്ഷൻ മെക്കാനിസം ക്ലിയർ കട്ടായിട്ട് പഠിച്ച് വെക്കുക. അത് ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ പ്ലീസ് അത് പഠിച്ച് തുടങ്ങുക. ഓക്കെ, റിയാക്ഷൻ മെക്കാനിസം ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ജനുവരി കൊണ്ടുവന്ന് റിയാക്ഷൻ മെക്കാനിസം പഠിക്കുക അല്ലെങ്കിൽ ബാക്കി പഠിക്കാമെന്ന് പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമില്ല. എങ്ങനെയെങ്കിലും ഡിസംബർ ആകുമ്പോഴത്തേനും ടോപ്പിക്സ് ഒക്കെ ഒരു വട്ടമെങ്കിലും മാക്സിമം പഠിച്ച് ക്ലിയർ ആക്കി തീർത്ത് വെക്കുക നല്ല രീതിക്ക്. എന്നിട്ട് പിന്നെ ജാനുവരി തൊട്ട് കറക്റ്റിന് റിവൈസ് ചെയ്യുക. പിന്നെ ഈ പഠിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ നമ്മൾ റിവിഷൻ മറക്കരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം പിന്നെയും പുതിയതുപോലെ പഠിക്കുന്ന കണക്കൊക്കെ തോന്നും. സോ അത്രയാണ് പറയാനുള്ളത്. പിന്നെ ടൈമിൽ ഫിസിക്സിന് നമ്മൾക്ക് കൂടുതൽ സമയം, ഫിസിക്സ് ടഫായിട്ടുള്ളവരാണെങ്കിൽ ഫിസിക്സിൽ കൂടുതൽ സമയം വേണമെങ്കിൽ നമ്മൾ ബയോളജി എന്താ പറയുക കുറച്ച് സമയം എടുത്ത് ചെയ്ത് തീർക്കാൻ നോക്കുക. പക്ഷേ അവിടെയും റിസ്ക് ഫാക്ടർ ഉണ്ട്. കാരണം പെട്ടെന്ന് തന്നെ ഇപ്പം ലെങ്തി ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റില്ല. എനിക്ക് ഈ വട്ടത്തെ നീറ്റിന് അങ്ങനെയാണ് പറ്റിയത്. കാരണം ബയോളജി കുറേ സമയം, ബയോളജി ഞാൻ കോച്ചിങ് പഠിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 45 to 50 മിനിറ്റ്സിൽ തീർക്കുമായിരുന്നു. ബട്ട് ഈ നീറ്റ് എക്സാം 2025 എനിക്ക് ബയോളജി ഏകദേശം 1.5 hour പോയിട്ടുണ്ടായിരുന്നു ബയോളജി മൊത്തം കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പാനിക്കാവും. പിന്നെ കെമിസ്ട്രിയെക്കാട്ടും പിന്നെ ഫിസിക്സിനകത്തോട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, കെമിസ്ട്രി ഇങ്ങനെ വന്നപ്പോഴത്തേനും പിന്നെ ഫിസിക്സിനകത്ത് ഞാൻ 20ഓളം ക്വസ്റ്റ്യൻസ് ഒന്നും നോക്കിയിട്ട് പോലുമില്ല, എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ സമയമൊക്കെ മാനേജ് ചെയ്ത് കറക്റ്റ് നല്ല രീതിക്ക് പഠിച്ചു പോവുക. ഓൾ ദി ബെസ്റ്റ് ഫോർ നീറ്റ് ആസ്പിറൻസ്. ഇപ്പോൾ ഏകദേശം നിങ്ങളുടെ ആ ഒരു ജേണി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പേടിപ്പിക്കാനൊന്നും പറയല്ല കേട്ടോ. ഇനിയും ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ഇരിക്കുന്നവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പോൾ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, കറക്റ്റ് നല്ല രീതിക്ക് പഠിച്ചു പോവുക. ഇനിയും മടി കാണിച്ച് ഒന്നും ഇരിക്കരുത്. പ്രത്യേകിച്ച് ഓൺലൈൻ സ്റ്റുഡൻസിനോടാണ്. അപ്പോൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ കുറേ ഓണം സെലിബ്രേഷനൊക്കെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ കോളേജിലൊക്കെ കയറി കുറേ ഓണം സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഭയങ്കര ഇതായിട്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഈ പറയുന്ന ഞാൻ കോളേജിലൊന്നും കയറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് നല്ല സങ്കടമൊക്കെ ഉണ്ട്. ഓണം സെലിബ്രേഷൻ്റെ ഓരോ വീഡിയോസ് കാണുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇൻസ്റ്റഗ്രാമൊക്കെ ഒഴിവാക്കി സോഷ്യൽ മീഡിയാസൊക്കെ ഒഴിവാക്കി വെക്കാൻ നോക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട്. കൂടുതലായിട്ട് പറഞ്ഞ് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. മാത്രമല്ല നിങ്ങൾക്ക് ടൈമും കാണത്തില്ലായിരിക്കും ഫുൾ ഇരുന്ന് നല്ല രീതിക്ക് കാണാനുള്ള. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ നീറ്റ് ആസ്പിറൻസ്. ഡു വെൽ.